ഹലോ, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സസൈസ് ബൈ മൃദു. ഈ ഹെൽത്തി ആയിട്ടുള്ള എന്തൊരു സാധനവും കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് നമ്മുടെയൊക്കെ ഒരു മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ബ്ലാക്ക് ചണ, അതായത് നമ്മുടെ പുട്ടിനുണ്ടാക്കുന്ന കടല ഉണ്ടല്ലോ, ആ കടല കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, സുണ്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ഓൺലി, അങ്ങനെ പ്രത്യേകിച്ച് വാവെന്ന് പറയേണ്ട തരത്തിലൊന്നുമില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് അത് തന്നെയാണല്ലോ. പക്ഷേ ഞാൻ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയതും ഷുഗർ ഇല്ല, ബട്ടർ ഇല്ല, ഇതൊന്നുമില്ലാണ്ട് ഒരു അടിപൊളി ബ്രൗണി ഈ ഒരു ബ്ലാക്ക് ചണ കൊണ്ടുണ്ടാക്കിയാലോ. ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഇത് നോ ഫയർ കുക്കിംഗ് ആണ്. ജസ്റ്റ് കടല വേവിച്ച്, നമ്മൾ പുട്ടിനൊക്കെ കടല വേവിക്കുമല്ലോ, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം, ഇതുണ്ടാക്കണതിനൊരു 1/2 hour ബിഫോർ ചെറിയ ചൂടുവെള്ളത്തിൽ ഡേറ്റ്സ് ഒരു പിടി കടലയാണെങ്കിൽ ഒരു പിടി ഡേറ്റ്സ്, അല്ലെങ്കിൽ 1/2 പിടി ഡേറ്റ്സ്. കാരണം ഇതിൽ കൊണ്ടുവരുന്നത് ഡേറ്റ്സിൻ്റെ സ്വീറ്റ്നെസ്സാണ്. നമ്മൾ വേറെ ഒരു സ്വീറ്റ്നറും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡേറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതാണ്, ബേക്ക് ചെയ്യുന്ന ബ്രൗണി അല്ല അത്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, വാവ്, ഡെഫിനറ്റ്ലി യു വിൽ താങ്ക് മീ. ഐ എം 100% ഷുവർ. അത് അത്ര ടേസ്റ്റ് ഉണ്ട്. ഞാൻ ജെനുവിനായിട്ട് പറയുകയാണ്, വെറുതെ പറയുകയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്. ഇതിനകത്ത് അൺനെസസറി ആയിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഇല്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബ്ലാക്ക് ചന നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേവിച്ച് വെച്ചത് ഒരു പിടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ബദാമും പിസ്തയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച ബ്ലാക്ക് ചന ഇട്ട് കൊടുക്കാം. ഒരു പിടിയാണ് ഞാൻ പറഞ്ഞുള്ളത്, ട്രയൽ ആയതുകൊണ്ട് കുറച്ച് ഇട്ട് നോക്കുന്നുള്ളൂ എന്നുള്ളത്. കുറച്ച് കൊക്കോ പൗഡറും ഒരു പിടി ഡേറ്റ്സ് നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ഡീസീഡഡ്, കുറച്ച് വെനില എസൻസും കൂടെ, അല്ലെങ്കിൽ വെനില എക്സ്ട്രാക്ട് ഏതെങ്കിലും ഇത്രയും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു പിഞ്ച് സോൾട്ട് ഇടാം, അല്ലെങ്കിൽ ഓക്കെ. ഞാൻ സോൾട്ട് ഇടാൻ മറന്നുപോയി, പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ, എന്നാൽ ആ സോൾട്ട് ഫീൽ കിട്ടും സോൾട്ട് ഇട്ടാൽ. ഇപ്പോൾ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിനുശേഷം ഒരു മോൾഡ് എടുത്തിട്ട്, ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള ഒരു മോൾഡോ പ്ലാസ്റ്റിക് ട്രേ ഇങ്ങനത്തെ ഏതെങ്കിലും എടുത്തിട്ട് അതിൽ ലൈൻ ചെയ്യണം ബട്ടർ കൊണ്ട്. അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഞാൻ കുറച്ച് മടി കൊണ്ട് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് കട്ട് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ എളുപ്പപ്പണി ചെയ്തതാണിത്. അപ്പോൾ ബട്ടർ പേപ്പർ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യാനും പറ്റും, ഒരു സോളിഡ് ഷേപ്പും ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഞാനിത് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചോക്ലേറ്റ് സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് സോസ് നമുക്കൊന്ന് സാധാരണ നമ്മൾ വാങ്ങുന്ന ചോക്ലേറ്റ്, കഴിക്കുന്ന ചോക്ലേറ്റ് ആയാലും മതി. അതൊന്ന് സെലക്ട് ചെയ്തെടുക്കണം. എല്ലാമൊന്നും പറ്റില്ല, കാരണം ചിലപ്പോൾ 5 സ്റ്റാർ ഒന്നും പറ്റിയെന്ന് വരില്ല, അത് ഭയങ്കര ഒട്ടലായിരിക്കും. എനിക്ക് തോന്നുന്നു ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ആകുമ്പോൾ ഒരു ഡബിൾ ബോയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സോസ് കിട്ടും. അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസായിട്ട് വാങ്ങാൻ കിട്ടും, ചെറിയ ചെറിയ സാഷേ കിട്ടുന്നുണ്ട്, 10 രൂപയുടെ, അതൊക്കെ ആയാലും മതി. കാരണം 1 ടൈം ഒക്കെയാണ് അങ്ങനെയൊന്നും ചോക്ലേറ്റ് സോസ് വീട്ടിൽ യൂസ് ചെയ്യാത്തവർക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ സാഷേ വാങ്ങിച്ചിട്ട് അതായാലും മേലെ കൂടെ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്കാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഡയറി മിൽക്കിൽ നട്ട്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ ആദ്യമേ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു പിസ്തയും ബദാമും കൂടെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു ലുക്കാട്ടോ അതിന് വരിക, ലാസ്റ്റ് ഫൈനൽ. പിന്നെ നമുക്ക് തുടച്ചൊക്കെ കൊടുത്ത് നീറ്റായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഐ തിങ്ക് ഞാൻ ഒരു 4 to 5 hours സെറ്റ് ആവാൻ വെച്ചത്. പിന്നെ ബേക്കിംഗ് ചെയ്യുന്ന ബ്രൗണിയുടെ ആ ഒരു സോളിഡ് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൻ്റെ മേലെ ഒരു ക്ലിങ് ഷീറ്റോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്യണം. ഇത് ഞാൻ പറയാൻ മറന്നുപോയി. ഇനി ഞാൻ ഡിമോൾഡ് ചെയ്ത് നോക്കാം. ബ്രൗണീൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടാവില്ല, സോളിഡ് അല്ല, കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂസൊക്കെ കഴിക്കുന്ന അതേ ടെക്സ്ചറാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി, സ്വീറ്റാണ്. ഡേറ്റ്സിൻ്റെ സ്വീറ്റ്നെസ് ഇതിലുണ്ട്. അപ്പോൾ ഇത് പിസ്തയൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ഡെക്കറേഷനൊക്കെ ഉണ്ട്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഇങ്ങനത്തെ പൗഡേർഡ് ബദാമും പിസ്തയൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ട്രസ്റ്റ് മീ, നിങ്ങൾ എനിക്ക് താങ്ക്സ് പറയും, അത്ര ടേസ്റ്റ് ഉണ്ട്. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.